ഇത് നമ്മൾ ഇൻഫിനിറ്റി റെഫറൻസ് വെച്ച് ചെയ്തൊരു ബാൻഡ് പാസ് ആണ്. ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഫോസിൻ്റെ ആമ്പാണ്. ഇതിലേക്ക് ഫോണിന്ന് കണക്ട് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ അത് നേരെ ഫോസിക്ക് കൊടുത്തിരിക്കണം. ഫോസിൻ്റെ ആമ്പക്ക് V3 ആമ്പക്ക് ഇതിൽ നിന്ന് നേരെ ഈ സ്പീക്കറിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഡൂഗി സൗണ്ടിൻ്റെ 5.4 ഇഞ്ച് സ്പീക്കറിന്. പിന്നെ ഇതിൽ നിന്ന് ഇവിടെ ഒരു പ്രീ ഔട്ട് ഇതുണ്ട്, റെഡ് ഒരു പ്രീ ഔട്ട് എടുത്തിട്ട് നേരെ ഈ ആമ്പിന് ഗ്രൗണ്ട് ആമ്പിനാണ് അല്ല ഈ ക്രോസ് ഓവർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ക്രോസ് ഓവർ, ഇത് ആക്റ്റീവ് ക്രോസ് ഓവറാണ്. ഇതിനാ ഈ ക്രോസ് ഓവറിന് നേരെ സബിലേക്കുള്ള കണക്ഷൻ എടുത്തിട്ട് നേരെ ആമ്പിൽ കൊടുത്തിരിക്കുകയാണ് XLR വഴി. ആമ്പ് ക്രൗണാണ്. ഇത് 4 ohmസിൽ 240 വാട്ട്സ് RMS കിട്ടുന്ന ആമ്പാണ്. ഇത് ഷാൻ്റെ. ഇത് പിന്നെ ഇതിൻ്റെ ഗെയിനാണ്. പിന്നെ ഇത് ഇതിൻ്റെ ക്രോസ് ഓവർ, ഈ ബാൻഡ് പാസ് സബിൻ്റെ ക്രോസ് ഓവർ വരുന്നത് ഒരു 80 ഹെർട്സൊക്കെയാണ്. 70, 80, 90 ഹെർട്സിലൊക്കെ ഇതുണ്ട്. 90 ഹെർട്സിൻ്റെ താഴെ എവിടെ ഇട്ടാലും അതിൻ്റെ താഴെയാണ്. ഇപ്പോൾ എവിടെ ഇപ്പോൾ നമ്മൾ 80 ഹെർട്സിൽ ഇട്ടാൽ അതിൻ്റെ താഴോട്ടുള്ള ഫ്രീക്വൻസി എല്ലാം വർക്ക് ചെയ്യും. അങ്ങനെയാണ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഈ കൺട്രോളുകളൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. ഇത് മറ്റേ ഇൻപുട്ട് ഗെയിനും ഫ്രീക്വൻസി, പിന്നെ ഇതാണ് സബിൻ്റെ വോളിയം വരുന്നത്, ഇത് ഔട്ട്പുട്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഈ ആംപ്ലിഫയർ.
സംഭവം കണ്ടില്ലേ, നല്ല ഔട്ടാണ് വരുന്നത്. നമ്മളെ സാധാ JBL ഒക്കെ എടുക്കണേക്കാളും ഒന്നും കൂടി നല്ലതാണ്. കുറച്ചുകൂടി റേറ്റ് വരുന്നുണ്ട് ഇതിന്, ആ ഒരു പ്രശ്നമുള്ളൂ. കുറഞ്ഞ നല്ലൊരു JBL കുറച്ച് നല്ല സ്പീക്കർ നോക്കുന്ന ആൾക്കാർ, JBL കുറച്ചും കൂടി നല്ല സ്പീക്കർ നോക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നതാണ് ഇൻഫിനിറ്റിൻ്റെ പ്രൈമസ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബേസാണ്, നല്ല ഡീസൻറ്റ് ബേസ്. ഒന്നാമത് ബാൻഡ് പാസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. നല്ല വേറെ സൗണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രത്യേകമായിട്ടുള്ള ബേസാണ് വരുന്നത്. നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോഴത്തെ പറ സൗണ്ടൊന്നുമില്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബേസാണ് വരുന്നത്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബേസാണ്, വേറെ അലമ്പില്ല, പോർട്ടിൻ്റെ അകത്തുനിന്ന് വേറെ ഒന്നുമില്ല. നല്ല പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ബേസ് വരുന്നത്. നമ്മൾ ഈ ആമ്പ് നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യും, ഇതിൻ്റെ പവർ. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോഴും നമ്മൾ ആംപ്ലിഫയർ കറക്റ്റ് മാച്ചിങ് ആണോ എങ്കിലേ അത് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് തരുള്ളൂ, പ്രത്യേകിച്ച് ബാൻഡ് പാസിലൊക്കെ.